ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ദേ ഓഫീസിൽ നിന്ന് ടൂർ പോണേനെ. അപ്പോൾ എവിടെ പോകണമെന്ന് വെച്ചാൽ തൊണ്ടമാൻ കോട്ട, ഒരു ബംഗ്ലാവിലോട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടേച്ച ഔട്ട്ഫിറ്റ്. ഒരു ബ്ലൂ ജീൻസ്, ഒരു ബ്ലാക്ക് ടീഷർട്ടുമാണ് ഇട്ടേച്ചത്. അപ്പോൾ നമുക്ക് ടൂറ് പോകണതുകൊണ്ട് നമുക്കിത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം പോകാം. അപ്പോൾ ഞാൻ റെഡിയായി. ഇനി യൂബർ കണക്ട് ചെയ്യാം, നമുക്ക് പോവാം. ഞാനിപ്പോൾ രാവിലെ ഒരു 6-6:30 ഇറങ്ങിയപ്പോൾ. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങിയ ടൈമിൽ തന്നെ. അപ്പോൾ ഞാൻ നടക്കാനാണ് പുറത്തോട്ട്. കോടയാണോ അല്ലെങ്കിൽ പുകയിട്ട് കാണാനെങ്കിലും എൻ്റെ പിന്നെ എന്ത് തണുപ്പ്. അപ്പോൾ യൂബർ കണക്റ്റായി വന്നത് വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനായിരുന്നു. പിന്നെ ആ ചേട്ടൻ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ കടവന്ത്രയിലെത്തി. പിന്നെ നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ ബസ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കുറച്ചായപ്പോൾ തന്നെ നല്ല ഉറക്കമായിരുന്നു. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നേരെ നമ്മൾ മൂന്നാർ എത്തി. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ വഴിയോര കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കയറി ചായ ഉണ്ടാക്കി, നൂഡിൽസ് ഉണ്ടാക്കി. അപ്പോൾ ഈ ചേട്ടൻ്റെ കടയാണിത്. ചേട്ടൻ നല്ലൊരു കമ്പനിയായിരുന്നു. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ സ്വന്തം കട പോലെ അവിടെ ഇരുന്ന് മാഗിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. വാങ്ങൂ 50 രൂപ 60 രൂപ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ കൊണ്ടും ചായ മേടിക്കണമായിരുന്നു. പിന്നെ ചായ ഷാലറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഷാലറ്റ് ചായ ഇങ്ങനെ അടിക്കണുണ്ട്. ചായ ഇങ്ങനെ കളയും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കളഞ്ഞാൽ അടിപൊളിയായിട്ട് അടിച്ചവളെടുത്ത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ 2-3 വീഡിയോസും റീൽസൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ അവിടെ നല്ല ക്ലൈമറ്റായിരുന്നു. ഒരു 9 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ അടിപൊളി ക്ലൈമറ്റായിരുന്നു. പിന്നെ നമ്മൾ റീൽസ് എടുത്ത് കഴിഞ്ഞപ്പോൾ മനോജ് സാർ ഇതേ ഗൺ ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഗൺ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു സംഭവമുണ്ട്, അത് ആ ബലൂണിൽ പൊട്ടിക്കണം, അതായിരുന്നു. പിന്നെ ഞാനും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത്, പക്ഷേ ഒന്നും പൊട്ടിയില്ല, അതായിരുന്നു സത്യം. പിന്നെ അതേ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. ബസ്സിൽ ഡാൻസൊക്കെ ആയിരുന്നു. എനിക്കൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു, ഭയങ്കര മടിയായിരുന്നു. ആദ്യം നമ്മൾ കളിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ ഇറങ്ങി അടിപൊളിയായി ഡാൻസൊക്കെ കളിച്ച്. പിന്നെയും ക്ഷീണമായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങി നമ്മൾ എണീറ്റപ്പോൾ നമ്മുടെ സ്ഥലം എത്തി. നമ്മളൊരു വൈകുന്നേരം ഒരു 5 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഇവിടെ എത്തണത്. ആ ടൈമിൽ തന്നെ നല്ല കോട ഇറങ്ങി. നമുക്കിനി അപ്പുറത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റാത്ത രീതിയിൽ വരെ കോട ഇറങ്ങിയിരിക്കണമായിരുന്നു. ആ ഒരു മഞ്ഞ് പോലത്തെ സെറ്റപ്പായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജീപ്പിൽ നമുക്ക് ആ ബംഗ്ലാവിലോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ജീപ്പിൽ അവിടെ എത്തി. ഇതാണ് നമ്മളുടെ ബംഗ്ലാവ്. നമ്മളവിടെ ചെന്ന് നല്ലൊരു പീസ്ഫുൾ മൈൻഡായിരുന്നു നമുക്ക് അവിടെ ചെന്നപ്പോൾ. നമ്മൾ മാത്രം ഉണ്ടായുള്ളൂ. നമ്മൾ ചെന്ന ടൂർ പോയാൽ നമ്മൾ മാത്രം നമ്മുടെ ഒരു ഏരിയയിലായിരുന്നു. നമുക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിഡ്ന സ്ഥലമാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ താമസിച്ചത് നമ്മുടെ ബംഗ്ലാവ്. പിന്നെ നമ്മൾ ചെന്ന് ഫ്രഷായിട്ട് നമ്മൾ പുറത്തോട്ട് വന്ന് ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കേണ്ട ടൈമാണ്. അപ്പോൾ നമ്മൾ ചെന്ന് ഒന്നെല്ലാവരും റൂമിലൊക്കെ കയറി. നമ്മളപ്പോൾ ടെൻറ്റിലാണ് കിടക്കാനുള്ള സ്റ്റേ വിചാരിച്ചണം. അപ്പോൾ നമ്മൾ റിസോർട്ട് എന്ന് പറഞ്ഞത് ഇതാണ്. അടിപൊളിയായിരുന്നു ശരിക്കും. ഇതൊരു 8 മണി സമയത്തൊക്കെ അടുത്തേക്കാണ് ആളെ കാണാൻ പറ്റാത്ത രീതിയിൽ കോടയും തണുപ്പ്. പക്ഷേ ഭയങ്കര തണുപ്പല്ല, എന്നാലും തണുപ്പുണ്ട്. നമുക്ക് 90 ഡിഗ്രി ആയിരുന്നു തണുപ്പുണ്ടായത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് ടൈം ആയിരുന്നു. ഗ്രില്ല് ചെയ്ത ചിക്കനൊക്കെ ആയിരുന്നു, ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും റീലെടുത്ത് നമ്മൾ റീൽസ് എടുത്ത് കഴിഞ്ഞ് നമ്മളവിടെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം പാട്ടൊക്കെ പാടിയിരുന്നു. പിന്നെ നമ്മൾ കിടക്കാൻ വേണ്ടിയുള്ള സെറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ ടെൻറ്റിൽ കിടക്കുന്നതുകൊണ്ട് ഇതായിരുന്നു നമ്മുടെ ടെൻറ്റ്. ഹായ് ഗായ്സ്, ഞങ്ങൾ ടെൻറ്റിലാണ്. ഇത് ഞങ്ങളുടെ ടെൻറ്റ്. ഞങ്ങളുടെ കുറേ സാധനങ്ങളുണ്ട്. പച്ചവെള്ളം ഉണ്ട്. ഓക്കെ,
പിന്നെ ഞങ്ങൾ ടെൻറ്റിൽ കയറി കിടന്ന്. ശരിക്കും ടെൻറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആ തണുപ്പിൽ നമ്മൾ ടെൻറ്റിൽ കിടക്കുമ്പോൾ നല്ലൊരു ചൂടും നമുക്ക് എല്ലാവർക്കും നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞത് നെക്സ്റ്റ് മോർണിംഗ് ആയി നമ്മൾ തിരിച്ച് പോകുന്നതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ ചെറുതായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഒരു റീൽ എടുക്കാനുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഫുഡ് അടിക്കാൻ വേണ്ടി മൂന്നാർ എത്തിയേക്കുന്നതാണ്. മൂന്നാർ ഹോട്ടൽ സഫേറിലാണ് എത്തിയത്. അടിപൊളി ഫുഡായിരുന്നു. ആ സമയത്ത് കഴിക്കാൻ അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മലബാർ സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകുന്ന ടൈമിൽ രസം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വീടായിട്ട് കഴിക്കണം ഫ്രണ്ട്സ്. ആ കടയുടെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫുഡ് എത്ര ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ആ ഒരു ഏരിയയിൽ പോകണമെങ്കിൽ ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചായിട്ടുള്ള കുറേ ഓർമ്മകൾ തന്നൊരു ടൂറായിരുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ലവ് യു.